ഒരു കാർ ഫാക്ടറിയിൽ ജിം എന്ന് പേരുള്ളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ജിമ്മിനെ ആ ഫാക്ടറിയിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സൗമ്യതയോടുകൂടിയുള്ള അവൻ്റെ ആ വാക്കുകൾ എല്ലാവരെയും പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 2 മണി വരെ ഈ ഫാക്ടറിയിലെ ബ്രേക്ക് ടൈമാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷമായിട്ട് ജിം ഫാക്ടറിക്ക് അടുത്തുള്ള ഒരു ദേവാലയത്തിങ്കിലേക്ക് 12:50 ആകുമ്പോൾ ഓടിച്ചെല്ലും. ഒരു വാക്കു മാത്രം പ്രാർത്ഥിച്ചിട്ട് ഇദ്ദേഹം നേരെ ഫാക്ടറിയിലേക്ക് തിരിച്ചു പോരും. ഇത് പതിവാക്കിയപ്പോൾ ആ ദേവാലയത്തിങ്കിലെ വൈദികൻ ഇവൻ പറയുന്ന വാക്കുകൾ ഒരിക്കൽ ശ്രദ്ധിച്ചു. ജിം പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? ഓ ജീസസ്, ഐ ആം ജിം. അല്ലയോ യേശുവേ, ഞാൻ ജിം ആകുന്നു. ഈ വാക്ക് പറഞ്ഞിട്ട് ജിം പെട്ടെന്ന് തൻ്റെ ഫാക്ടറിയിലേക്ക് തിരിച്ചു ഓടിപ്പോകും. എന്നാൽ നാളുകൾ പലത് കഴിഞ്ഞപ്പോൾ ജിമ്മിനെ ദേവാലയത്തിങ്കിൽ കാണുന്നില്ല. അദ്ദേഹം ഫാക്ടറിയിൽ അന്വേഷിച്ചപ്പോഴാണ് ദുഃഖകരമായ വാർത്ത മനസ്സിലാക്കിയത്. ജിം ഇപ്പോൾ ക്യാൻസർ രോഗം പിടിപെട്ട് താനിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ദേവാലയത്തിങ്കിൽ അടുത്തുള്ള ആ ഹോസ്പിറ്റലിലെ നിത്യ സന്ദർശകനായിരുന്നു ഈ വൈദികൻ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സകല ഡോക്ടേഴ്സിനും നേഴ്സസിനും പ്രത്യേകിച്ച് രോഗികൾക്കെല്ലാം ഈ വൈദികൻ വളരെ സുപരിചിതനായിരുന്നു. അദ്ദേഹം നേരെ ക്യാൻസർ വാർഡിലേക്ക് ചെന്നപ്പോൾ പതിവിൽ നിന്ന് വിപരീതമായി അവിടെ ഉണ്ടായിരുന്ന രോഗികളുടെ എല്ലാ മുഖത്ത് ഒരു നിരാശയും കാണുന്നില്ല. മറിച്ച് ഭയങ്കര സന്തോഷത്തോടെ രോഗികളെല്ലാം ഒന്നിച്ചിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ വൈദികന് ഭയങ്കര അത്ഭുതമായി. പെട്ടെന്ന് തന്നെ ഒരു രോഗി അദ്ദേഹത്തിനോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ജിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. രോഗം മൂർച്ഛിച്ച് മരിക്കാറായിരിക്കുകയാണ്. പക്ഷെ ഇവൻ ഇവിടെ കടന്നു വന്ന ആ സമയം മുതൽ ഞങ്ങളുടെ എല്ലാ ജീവിതത്തിൽ എന്തൊക്കെയോ ഭയങ്കര സമാധാനം അനുഭവിക്കുകയാണ്. പെട്ടെന്ന് ഇദ്ദേഹം ജിമ്മിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ജിമ്മിനോട് ഇപ്രകാരം പറഞ്ഞു, നീ എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വാക്ക് പ്രകാരമായിരുന്നില്ലേ? ഓ ജീസസ്, ഐ ആം ജിം. നീ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആ യേശു നിന്നോട് തിരിച്ചെന്തെങ്കിലും പറയാറുണ്ടോ? പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ട് ഇപ്രകാരം ജിമ്മ് ആ വൈദികനോട് പറഞ്ഞു, എല്ലാ ദിവസവും 12:50 കഴിയുമ്പോൾ ഞാൻ ഒരു ശബ്ദം കേൾക്കാറുണ്ട്. ആ കേൾക്കുന്ന ശബ്ദം ഇപ്രകാരമാണ്, ഓ ജിം, ഐ ആം ജീസസ്. അല്ലയോ ജിമ്മേ, ഞാൻ യേശുവാകുന്നു. ഞാൻ ഈ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ എനിക്ക് രോഗമുണ്ടെന്നോ ഞാൻ മരിക്കാറായി കിടക്കുകയാണെന്നുള്ള ഒരു ചിന്ത പോലും എനിക്കില്ല. മറിച്ച് ഞാൻ ഈ കേൾക്കുന്ന വാക്കുകൾ എൻ്റെ കൂടെ കഴിയുന്ന മറ്റു രോഗികളുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ എല്ലാ മുഖത്തിൽ നിന്നും ഭയങ്കര സന്തോഷമാണ്. നാളുകൾ പലത് കഴിഞ്ഞു. ജിമ്മിനെ ദൈവം സൗഖ്യമാക്കി. ജിമ്മിനെ മാത്രമല്ല, തൻ്റെ കൂടെ അഡ്മിറ്റ് ചെയ്തിരുന്ന സകലരെയും ദൈവം സൗഖ്യമാക്കി. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കാരണം നാം ഒറ്റ വാക്കായിരിക്കും പലപ്പോഴും പറയുന്നത്, യേശുവേ എന്നെ സഹായിക്കണമേ. എന്നാൽ ആ വാക്ക് ആത്മാർത്ഥതയോടെയുള്ള ഒരു വാക്കാണെങ്കിൽ ദൈവം തിരിച്ചും നിങ്ങളോട് സംസാരിക്കും. അർത്ഥം, പ്രതികൂലത്തിൻ്റെ വേളകളിൽ ആര് നിങ്ങളെ മറന്നാലും യേശു നിങ്ങളെ ഒരിക്കലും മറക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് ആ നല്ല യേശുവിൽ നിങ്ങൾ ആശ്രയിക്കുക. അവൻ നിങ്ങളെ അന്ത്യത്തോളം പുലർത്തും. അവൻ സൗഖ്യദായകനായി നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിങ്കിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു.